ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവാനുഗ്രഹത്താൽ എനിക്ക് 200ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചതിൽ ഞാൻ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നതോടൊപ്പം ദൈവത്തെ ആയിരം പ്രാവശ്യം സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് ജൂലൈ 13 ഞായറാഴ്ച. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്തിക്ക് ശേഷം 5ാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് എവൻഗേലിയോൻ സമയത്ത് വിശുദ്ധ കുർബാനയിൽ വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ മർക്കോസ് എവൻഗേലിയസ്തയുടെ രക്ഷാസുവിശേഷം 9ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വേദഭാഗം ആണ്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം 10ാം ദിവസം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധാത്മാവിലാൽ സ്ത്രീയന്മാരും കൂടെ ഉണ്ടായിരുന്നവരും അഭിഷേകം ചെയ്യപ്പെട്ടു. അതിനുശേഷം വരുന്ന 5ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. നാം ഇന്ന് വായിച്ചു കേട്ടതായ വേദഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് യേശു ശിഷ്യന്മാരെ ഉപദേശിക്കുന്നതായിട്ടാണ്. താഴ്മയുള്ളവരായിരിക്കാൻ അവരെ ഉപദേശിക്കുന്നു. ആരെങ്കിലും വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണം എന്ന് അവരെ ഉദ്ബോധിപ്പിക്കുന്നു. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് അവരോട് പറഞ്ഞത്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അല്ല, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ 3 കാര്യങ്ങളുണ്ട്. നാം എല്ലായ്പ്പോഴും താഴ്മ ഉള്ളവരായിരിക്കണം. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആശ്രിതരായിരിക്കുന്നവരെ നാം എപ്പോഴും പരിരക്ഷിക്കണം. 3ാമത്തെ കാര്യം, യേശുവിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള വിവരം നാം മറക്കാതിരിക്കുകയും ചെയ്യണം. എങ്ങനെയാണ് താഴ്മയുള്ളവർ ആയിരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് ലഭിച്ചിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങൾക്കും വേണ്ടി നാം ദൈവത്തിന് നന്ദി പറയുന്നവരാണോ എന്ന് നമ്മൾ ആദ്യമായി ആലോചിക്കേണ്ടതുണ്ട്. ദൈവഹിതം അനുസരിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അവനിൽ ശരണപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അഹങ്കരിക്കാതെ ഇരിക്കുക, ജീവിതത്തിൽ സൽപ്രവൃത്തികൾ മാത്രം ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി നാം മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ താഴ്മയുള്ളവരായിരിക്കും. 2ാമത്തെ കാര്യമെന്ന് പറയുന്നത് ആശ്രിതരായിരിക്കുന്നവരെ എപ്പോഴും സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു പൈതലിനെ യേശു കാണിച്ചു കൊടുത്തു. അതുപോലെ നാം നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുകയും മക്കളെ അവർ അവർ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, എന്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതിനായി അവരെ സഹായിക്കുകയും ചെയ്യുന്നതോടൊപ്പം ദാനധർമ്മങ്ങൾ ചെയ്ത് വിഷമത്തിൽ കഴിയുന്നവരെ സഹായിക്കുകയും ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ദൈവം നമ്മളെ കടാക്ഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 3ാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, യേശുവിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം വചനം പഠിക്കുന്നവരായിരിക്കണം. 2ാമത്, നമ്മുടെ പിതാക്കന്മാരുടെ ജീവിത രീതികൾ നാം മനസ്സിലാക്കണം. അവർ കാണിച്ചു തന്നതായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവർക്ക് കിട്ടിയതുപോലെയുള്ള അനുഗ്രഹം നമുക്കും ലഭിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത്, നമ്മൾ യേശുവിലേക്ക് നോക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12ാം അധ്യായം 1-2 വാക്യത്തിൽ പ്രകാരം പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം, അതായത് 34ാം സങ്കീർത്തനം 5ാം വാക്യം നോക്കുമ്പോൾ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നാം യേശുവിൽ ആശ്രയിച്ച്
ബാക്കി ജീവിതം ജീവിക്കുവാൻ ഒരു തീരുമാനം എടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഇന്ന് നാം കണ്ടതായ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് എങ്ങനെയാണ് താഴാഴ്മയുള്ളവർ ആയിരിക്കേണ്ടത്. രണ്ടാമത്തേത് ആശ്രിതരായിരിക്കുന്നവരെ നാം എപ്പോഴും പരിരക്ഷിക്കണം. മൂന്നാമത്തേത് യേശുവിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല. അതിനായിട്ട് നാം ചെയ്യേണ്ടത് തൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോക സുഖങ്ങളെ വിട്ട് അവനിലേക്ക് നാം അടുത്ത് ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെയും സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും ഞായറാഴ്ച ദിവസങ്ങളിൽ ആ ദേവാലയത്തിലേക്ക് ചെല്ലുന്ന അവസരത്തിൽ നാം അതേവരെ ചെയ്തതായ എല്ലാ പാപങ്ങളെയും ഒന്നുകൂടി ഓർത്തെടുത്തുകൊണ്ട് അവിടെ ചെന്ന് ആ മധുവയിലേക്ക് നോക്കി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആ പാപങ്ങളെ ഏറ്റുപറയുകയും ഇനിമേലാൽ ഞാൻ ആ പാപം ആവർത്തിക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തോടുകൂടി നാം അവിടുന്ന് പോരുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ പാപങ്ങളെ മോചിക്കും, നമ്മുടെ ബാക്കിയുള്ള ജീവിതം വളരെ സന്തോഷപ്രദമായി നമുക്ക് ജീവിക്കുവാനുള്ള വഴി അവൻ നമ്മളെ കാട്ടിത്തരും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഞായറാഴ്ച വളരെ വിശുദ്ധിയോടുകൂടി കഴിയുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ദൈവം എന്നെ അനുഗ്രഹിച്ച് 200 എപ്പിസോഡുകൾ എനിക്ക് ഈ അപ്ലോഡ് ചെയ്യുവാൻ സാധിച്ചതിൽ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇതേവരെ നിങ്ങൾ എന്നെ ശ്രവിച്ച 200 എപ്പിസോഡുകളും കണ്ട നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മുമ്പോട്ടും ഈ ഓരോ എപ്പിസോഡുകൾ ഇടുമ്പോൾ എൻ്റെ ആരോഗ്യം ശരിയാണെങ്കിൽ ദൈവം എന്നെ അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ നല്ല ഒരു സുവിശേഷകനായി മുമ്പോട്ട് വരുവാൻ ആഗ്രഹിക്കുന്ന അവസരത്തിൽ നിങ്ങൾ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കും. അതിൽ എല്ലായ്പ്പോഴും വചനങ്ങളും വചന ശുശ്രൂഷയുമായിരിക്കും ഞാൻ ഇതിലിടുന്നത്. വളരെ ചെറിയ എപ്പിസോഡുകൾ ഇടുന്നതിൻ്റെ കാരണം മറ്റാരും അധികം ബോറടിക്കാതെ ഇരിക്കത്തക്കവണ്ണമാണ് 10 മിനിറ്റിൽ താഴെയുള്ള എപ്പിസോഡ് എപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഈ 200 എപ്പിസോഡ് ഞാൻ ഇട്ടത് അത് 200 പ്രസംഗങ്ങൾ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. മുമ്പോട്ടും ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോന്നും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ കൂടെ സമ്മതിക്കട്ടെ. നന്ദി, നമസ്കാരം.